ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നമ്മളിതിലേക്ക് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലോട് കൂടെ തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടും എടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഏകദേശം 1 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മിക്സാക്കി നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചിക്കനൊക്കെ 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ അങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതുപോലെ നമ്മൾ ഇനി എല്ലാം ചെയ്യുന്നത് നല്ലൊരു ഹൈ ഫ്ലെയിമിലാണ്, തീ കുറച്ച് വെക്കാനേ പാടില്ല. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഇഞ്ചി എരിഞ്ഞതും, ഒരു 1/4 കപ്പ് വെളുത്തുള്ളി എരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് നീളത്തിലെരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം വലിയ ഉള്ളി ചതുരത്തിലരിഞ്ഞതാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 കളറ് ക്യാപ്സിക്കവും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ കൂടുതൽ സമയത്ത് വഴറ്റൊന്നും ചെയ്യാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3-4 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീൻ ചില്ലിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ആവശ്യമാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോഴും തീയൊന്നും ഒട്ടും കുറച്ചിട്ടില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട കോൺഫ്ലോർ ഒന്ന് കലക്കി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂണ് കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം തന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യണം. എവിടെയും നമ്മൾ തീ കുറച്ച് വെക്കുന്നില്ല. ഇപ്പോൾ ഇത് ചിക്കനും ഗ്രേവിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർക്കാതെ തന്നെ നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്